ദ റിയാലിറ്റി ഓഫ് സോഷ്യൽ മീഡിയ ലവ് സ്റ്റോറീസ്. സ്റ്റോറികളിലൂടെയും റീൽസിലൂടെയും ഒക്കെ കാണുന്ന ലവ് സ്റ്റോറീസ് ശരിയാണോ എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കും. ഇങ്ങനെയൊക്കെ റിലേഷൻഷിപ്പ് ഉണ്ടോ, ഇങ്ങനെയൊക്കെ സ്നേഹമുണ്ടോ, അവളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ പാർട്ട്ണർ അവളെ പ്രിൻസസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു, അവൾ കണ്ടോ പ്രിൻസിനെ പോലെ ട്രീറ്റ് ചെയ്യുന്നു, അങ്ങനെയൊക്കെ ഉണ്ടാകുമോ? ചില റിലേഷൻഷിപ്പ് അങ്ങനെ ആയിരിക്കും, ചിലത് എന്നാൽ അങ്ങനെ അല്ലായിരിക്കും. ഇങ്ങനെയൊക്കെ സോഷ്യൽ മീഡിയ കാണുമ്പോൾ എന്ത് പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്? നിങ്ങൾ അയക്കുന്ന റിലേഷൻഷിപ്പ് പറ്റി നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങും. എൻ്റെ പാർട്ട്ണർ എന്നെ ഇങ്ങനെ ചെയ്യാതെ, എനിക്ക് കുറച്ചുകൂടെ നല്ലപോലെ എൻ്റെ പാർട്ട്ണറെ ട്രീറ്റ് ചെയ്യാമായിരുന്നു, ഞാൻ ചെയ്യുന്നത് പോരെ, ഇങ്ങനെയൊക്കെ പല ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉണ്ടാകാൻ. ഈ ഒരു പ്രശ്നം നിങ്ങൾ റിലേഷൻഷിപ്പിനെ പ്രഷറൈസ് ചെയ്യും. നിങ്ങൾ ലിമിറ്റിനേക്കാൾ അപ്പുറം നിങ്ങൾക്ക് പാർട്ട്ണറിനെ പ്രൊവൈഡ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് തോന്നും. അത് നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ പ്രഷർ, മെന്റൽ പ്രഷർ, സൈക്കോളജിക്കൽ പ്രഷർ ആകും. നല്ല രീതിയിൽ റിലേഷൻഷിപ്പിനെ പോർട്രേ ചെയ്യുന്ന പാർട്ട്നേഴ്സിന്റെ ലൈഫിൽ പ്രോബ്ലംസ് ഇല്ലെന്നല്ല, അവരുടെ ലൈഫിൽ പ്രോബ്ലംസ് ഉണ്ട്. ചെറിയ വഴക്കും പിണക്കങ്ങളും കാണും, ചിലപ്പോൾ വലിയ പ്രോബ്ലംസും കാണും. അവരതിനെ മാസ്ക് ചെയ്യുന്നതായിരിക്കും. എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത്, വളരെ കുറച്ച് പേരുടെ കാര്യമാണ് പറയുന്നത്. ഇതിനെ വെച്ച് നിങ്ങൾ റിലേഷൻഷിപ്പ് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി പ്രശ്നങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകും. സോഷ്യൽ മീഡിയ ടൈം ലിമിറ്റ് ചെയ്യണം. ആ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന സമയം നിങ്ങളുടെ പാർട്ട്ണറിന് വേണ്ടി നിങ്ങൾ കൊടുക്കുക. പാർട്ട്ണറിന് കൂടെ ഡേറ്റിന് പോകുക, ചെറിയ ചെറിയ കാര്യങ്ങൾ അപ്രിഷിയേറ്റ് ചെയ്യുക, ഫെയ്ത്ത്ഫുൾ ആയിരിക്കുക, എല്ലാ കാര്യത്തിനും സപ്പോർട്ടീവ് ആയിരിക്കുക. ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ മാക്സിമം ടൈം പാർട്ട്ണറുമായിട്ട് ട്രാൻസ്പെറന്റ് കമ്മ്യൂണിക്കേഷൻ ചെയ്യുക. പറ്റുന്ന സമയത്തെല്ലാം നിങ്ങൾ ഓൺലൈനിൽ അവൈലബിൾ ആക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ മറ്റു റിലേഷൻഷിപ്പുമായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക. ഓരോരുത്തരുടെ പേഴ്സണാലിറ്റി, ക്യാരക്ടർ, അവർ വന്ന സാഹചര്യം എല്ലാം വ്യത്യസ്തമാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ പ്രസന്റ് ആയിരുന്നുകൊണ്ട് മാക്സിമം ട്രൂ, ലോയൽ ആൻഡ് എവർലാസ്റ്റിംഗ് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക, rather than comparing and destroying your relationship.